ഹായ് ഫ്രണ്ട്സ്, ചോറിനൊപ്പം സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എഗ് ബുർജി. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വച്ച ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലോട്ട് 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന്റെ ഒരു പച്ചമണം മാറി വരട്ടെ. ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ സവാള പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. പക്ഷെ അധികം വാടേണ്ടതില്ല. സവാള ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു മീഡിയം സൈസ് വരുന്ന തക്കാളിയാണ് കേട്ടോ എടുത്തത്. തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ തന്നെ ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി മുട്ടയും സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഈ മുട്ടയെല്ലാം ഒന്ന് ഡ്രൈ ആകും വരെ ഇളക്കി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലോട്ട് അല്പം മല്ലിയില കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയോ ടോസ്റ്റ് ചെയ്ത ബ്രെഡിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു എഗ് റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.